മനുഷ്യനെ ദൈവത്തിൽ നിന്നകറ്റാനുള്ളതാണ് ശാസ്ത്രമെന്ന് ചിലർ പറയുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. എനിക്ക് ശാസ്ത്രം ആത്മസാക്ഷാത്കാരത്തിൻ്റെയും ആത്മീയ സമ്പൂർണതയുടെയും മാർഗം മാത്രമാണ്. സ്നേഹത്തിൻ്റെ വേദനയനുഭവിക്കുന്നതിനേക്കാൾ എനിക്കെളുപ്പം റോക്കറ്റുകൾ ഉണ്ടാക്കുന്നതാണ്. ഒരു രാജ്യം അഴിമതിരഹിതമാകണമെങ്കിൽ, മനോഹരമായ മനസ്സുകളുള്ളവരുടേതാകണമെങ്കിൽ ഞാൻ കരുതുന്നു സമൂഹത്തിലെ 3 പ്രധാന അംഗങ്ങൾക്ക് അതിന് കഴിയും: മാതാ, പിതാ, ഗുരു. ശാസ്ത്രം ദൈവത്തോടടുക്കാനുള്ള വഴി മാത്രം. സ്വപ്നം കാണുക, ഊർജത്തോടെ പ്രവർത്തിക്കുക. ഞാനൊരു നേതാവിനെ നിർവചിക്കാം. അദ്ദേഹത്തിന് കാഴ്ചപ്പാടും അഭിനിവേശവും വേണം. ഒരിക്കലും പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരരുത്. അതിനുമപ്പുറം പ്രശ്നങ്ങളെ എങ്ങനെ പരാജയപ്പെടുത്താമെന്നറിയണം. ധർമ്മനീതിയോടെ വേണം അയാൾ പ്രവർത്തിക്കാൻ. സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമില്ലാത്തത് കുറ്റമാണ്. വലിയ സ്വപ്നാടകരുടെ വലിയ സ്വപ്നങ്ങൾ എപ്പോഴും വിജയത്തിലെത്തിയിട്ടുണ്ട്. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ വിജയം നേടാനാവൂ. ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കത് സ്വപ്നം കാണാൻ കഴിയണം. യുവാക്കൾക്കുള്ള എൻ്റെ സന്ദേശം ഇതാണ്: നിങ്ങൾക്ക് വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ധൈര്യമുണ്ടാകണം. പുതിയവ കണ്ടെത്താനുള്ള ധൈര്യം വേണം. ആരും സഞ്ചരിക്കാത്ത പാതകളിലൂടെ സഞ്ചരിക്കാനുള്ള ധൈര്യം വേണം. അസാധ്യമായവ കണ്ടെത്താനുള്ള ധൈര്യം വേണം. പ്രതിസന്ധികളെ കീഴടക്കി വിജയത്തിലെത്താനുള്ള ധൈര്യം വേണം. നമുക്ക് ഇന്നുകളെ ബലി കൊടുക്കാം, നമ്മുടെ കുട്ടികളുടെ നല്ല നാളെകൾക്കായി. ആകാശത്തിലേക്ക് നോക്കൂ. നാം ഒറ്റയ്ക്കല്ല. പ്രപഞ്ചം മുഴുവൻ നമ്മോട് സൗഹൃദം പുലർത്തുന്നു. സ്വപ്നം കാണുന്നവർക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്കും ഏറ്റവും മികച്ചത് നൽകാനായി ഗൂഢാലോചന നടത്തുന്നു.